ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയും പിങ്കിയും കൂടി കുഞ്ഞിൻ്റെ കാര്യം സംസാരിച്ചിട്ട് കൊച്ചങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവനുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് നന്ദ പിങ്കിയോട് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് പിങ്കി അങ്ങ് പോവുക. ഇത് കഴിഞ്ഞ് നന്ദ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കനകമ്മ ലക്ഷ്മിക്ക് ചായ ആയിട്ട് ചെല്ലുക. എന്നാ വെച്ചമ്മേ ചായ എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ലക്ഷ്മി ഭയങ്കര പത്രവായനയാണ് കേട്ടോ. ഇതെന്താ അസമയത്തൊരു പത്രവായനയൊക്കെ? അസമയോ? അല്ല, എന്ന് വെച്ചാൽ നേരം തെറ്റിയ നേരം എന്നാ ഉദ്ദേശിച്ചത്. അപ്പം കനകമ്മേ, നിങ്ങൾ എന്നെ മലയാളമൊന്നും പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ അസമയം ആകുന്നു എന്നുള്ളതാണെന്ന് പറയുമ്പം ഹി ഹി ഹി, അത് പിന്നെ പത്രം വായിക്കണമെങ്കിൽ രാവിലെ ചായയുടെ കൂടെ വായിക്കണം, അല്ലെങ്കിൽ പിന്നെ വായിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകമ്മ പറയുമ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പത്രം ഒന്ന് മറിച്ച് നോക്കുന്നതിൽ ഇപ്പോൾ എന്താ എത്ര കുഴപ്പമിരിക്കുന്നതെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നും ഇല്ല എന്നും പറഞ്ഞ് കനകമ്മ നിൽക്കുക. അപ്പോൾ വീട്ടിലെ സ്ത്രീകളാകുമ്പോൾ പല പല ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അത് മിക്കവാറും ഒക്കെ രാവിലെയാണെന്നും പിന്നെ ഇപ്പോഴൊക്കെ ആയിരിക്കും ഒന്ന് ഫ്രീ ആവുക. അല്ല, ഇങ്ങനെ ഈ ലോകവിവരമൊന്നും അറിയാതെ ഈ പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം എപ്പോഴെങ്കിലും ഒരു പത്രമൊക്കെ എടുത്ത് വായിക്കുന്നതോ അല്ലെങ്കിൽ TV ന്യൂസ് കാണുന്നതൊക്കെ അല്ലേന്ന് ചോദിച്ചു. ഇപ്പം എന്തോന്ന് വാർത്ത അറിയാനാ? ആ സമയത്ത് വല്ല നുണയോ പരദൂഷണോ ഒക്കെ പറഞ്ഞാൽ പല മനസ്സുഖമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കനകമ്മ മനസ്സിൽ പറയുക. എന്താ കനകമ്മയെ പൊറുപൊറുക്കുന്നേ? അല്ല, പിങ്കിമോളും നന്ദുമോനും വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ. അല്ല, മോൻ വൈകുന്നേരം പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയോ? അവൻ വരുന്നതേ വിശന്നായിരിക്കും, അതൊക്കെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ശബ്ദം കേട്ടു. വണ്ടിയുടെ ശബ്ദം കേട്ട് ഇവർ ചെന്ന് ഓടി നോക്കിയപ്പോൾ എന്താ പിങ്കിയും കൊച്ചും കൂടെ വരുന്നു. അവർ രണ്ടുപേരും കൂടെ കടന്നു വരുന്നപ്പോൾ നന്ദുമോനി വാ എന്നും പറഞ്ഞ് ലക്ഷ്മി വിളിച്ചു. അച്ഛമ്മയുടെ പൊന്നുമോൻ വാ, അച്ഛമ്മയ്ക്ക് ഉമ്മ വരാൻ പറഞ്ഞു. അപ്പം തരില്ല എന്ന് നന്ദൂട്ടൻ. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ആകെ വല്ലാതെയായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അച്ഛമ്മ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങോട്ട് താ മോനെ എന്ത് പലഹാരമാണ് വേണ്ടത്? അപ്പം എനിക്കൊന്നും വേണ്ട എന്ന് കൊച്ചു കനകമ്മയോടും പറഞ്ഞു. ഇവർക്കാർക്കും മനസ്സിലാക്കുന്നില്ല കൊച്ചിന് എന്താ പറ്റിയെന്ന്. അപ്പം എൻ്റെ പൊന്നുമോനിത് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ലക്ഷ്മി വലിയ തൂക്കാനും തലോടാനും ചെന്നപ്പോൾ കൊച്ചു പിടിച്ചൊരു തള്ളും തള്ളിയ ചങ്ങ് പോയി. നന്ദുമണി എന്ന് വിളിച്ചോട്ട് ലക്ഷ്മി പിന്നാലെ ചെല്ലുക. അല്ല, ഇന്നെന്താ ഒരു ഇടം തിരിച്ചിലാണല്ലോ വന്നിരിക്കുന്നേ? എന്താ സാധാരണ വരുമ്പോഴേ സൂര്യൻ ഉദിച്ചതുപോലെയാണ് മുഖം ഇരിക്കുന്നത്, ഇന്നെന്താ ഒരു അമാവാസി എന്ന് കനകമ്മ പിങ്കിയോട് ചോദിക്കുവാണ്. പിങ്കി മോളെ എന്തു പറ്റി? എന്താ പ്രശ്നം? അപ്പം എന്താണെന്ന് എനിക്ക് അറിയില്ല അമ്മേ. നന്ദയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണെന്ന് പിങ്കി അന്നേരം പറയുക. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ആകെ ഒരിത്. ഞങ്ങൾ കാറിൽ പോരുമ്പോഴും പലതവണ ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ അവൻ മറുപടി ഒന്നും എന്നോട് പറഞ്ഞില്ല എന്നും പിങ്കി പറയുമ്പോഴും ലക്ഷ്മിക്ക് ആകെ ഒരിതുപോലെ. അപ്പം അടുത്ത കുശുമ്പ് ആലോചിക്കുക കനകമ്മ. പെട്ടെന്ന് ഗൗതമ്മ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പം എന്താ ഇവിടെ എന്നും ചോദിച്ചു ഗൗതം കയറി വരുന്നത്. അല്ല മോനെ, നന്ദുമോൻ എന്തോ ഒരു വല്ലായിക പോലെ. അപ്പം എന്ത് വല്ലായ്മയാന്ന് ചോദിച്ചു ഗൗതം. അത് പിന്നെ ഞാൻ മോനെ ചായ എടുക്കട്ടെ, നല്ല പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് കനകമ്മ പറയുമ്പോൾ കനകമ്മ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ പഴംപൊരിയുടെ ചായയുടെ ഒക്കെ കഥ പറയുന്നത്. അതൊന്നും പറയണ്ടോ കാര്യമൊന്നുമില്ല, എടുത്തിട്ട് വാ ചെല്ല എന്നും പറഞ്ഞിട്ട് കനകമ്മയെ ലക്ഷ്മി പറഞ്ഞു വിടുക. അപ്പം അല്ല, വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചതാ. കുറച്ച് വേസ്റ്റ് ആയാലും ഒന്നും സംഭവിക്കുമെന്നില്ല, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു വിട്ടു. ആ കനകമ്മ പുറത്തോണ്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഗൗതം ലക്ഷ്മിയോട് ചോദിച്ചു, എന്താ അമ്മേ നന്ദുമോൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. മോനെ, ആ നന്ദ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് പോകെ ഒരു വാട്ടമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും കനകമ്മ തലയിടേണ്ട, ചെല്ലാൻ പറഞ്ഞു. പോയ കനകമ്മ തിരിച്ചു വന്ന് പറയാൻ നിന്നത് അവിടുന്ന് ഓടിച്ചു വിട്ടു പിങ്കി. അങ്ങനെ ഗൗതം നേരം പിങ്കിയോട് ചോദിച്ചു, എന്താ പിങ്കി, നമുക്ക് ചോദിക്കാവല്ലോ, അവനതെന്തായാലും പറയാതിരിക്കില്ല എന്ന് പിങ്കി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഗൗതം വലിയ ചിരിയൊക്കെ ചിരിച്ച് നന്ദൂട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എൻ്റെ നന്ദുമോൻ അങ്ങനെ ചുമ്മാ ഒന്നും പിണങ്ങത്തില്ലല്ലോ, അതിലെന്തോ കാര്യം കാണുമല്ലോ. എന്താ പിണങ്ങാൻ കാരണം? നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട്. കണ്ണടച്ച് കള്ളപ്പിണക്കം. കറക്റ്റ് പിണക്കമാണെങ്കിൽ പപ്പയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു പിച്ചില്ലേ, ഒരു നുള്ളില്ലേ, പാപ്പയെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പിച്ചാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നും പറഞ്ഞു കൊച്ചു തല തിരിച്ചിരിക്കുക. അപ്പോൾ ഗൗതത്തിന് ആകെ ഒരു വെപ്രാളവും പേടി. എന്താ കാര്യമെന്ന് ഗൗതം കുറേ ചോദിച്ചു. മോനെ ആരെങ്കിലും കളിയാക്കിയോ, വഴക്ക് പറഞ്ഞോ, എന്താ കാര്യം പറയാൻ പറഞ്ഞു. എന്താ മോനെ, എന്ത് സങ്കടം ഉണ്ടെങ്കിലും നീ എന്നോടത് പറയില്ലേ എന്ന് ഗൗതം ചോദിച്ചു. മോൻ്റെ പപ്പയോട് മോൻ പറയില്ലേ? പപ്പ എൻ്റെ പപ്പയല്ല എന്ന് നന്ദു പറഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ മോൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പപ്പയുടെ മോനല്ലല്ലോ. എങ്കിൽ പിന്നെ പിണക്കത്തിൻ്റെ കാര്യം എന്താണെന്ന് അമ്മയോട് മോനെന്ന് പറയാൻ പറഞ്ഞു. അമ്മ എൻ്റെ അമ്മയല്ല എന്നും കൊച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗതം ഒന്നും വല്ലാണ്ടായി. അല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും ആകെ വിഷമം ഗൗതത്തിന്. ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഡാഡിയും അമ്മയാണ് മോൻ്റെ പിണക്കത്തിൻ്റെ പ്രതിസ്ഥാനത്തെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോട് മോൻ പറയണ്ട. അച്ചമ്മയോടോ അല്ലെങ്കിൽ മുത്തശ്ശിയോടോ വല്യച്ചമാരോടോ അവരോട് ആരോടെങ്കിലും പറ.
അപ്പോൾ എനിക്കിവിടെ ആരും ഇല്ല എന്ന് നന്ദു പറയുക. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നന്ദു? നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യണ്ടേ? അപ്പം ഷെയർ ചെയ്യണ്ട എന്ന് നന്ദു. ദേ, പപ്പ എപ്പോഴും മോനോട് പറഞ്ഞു തരാറുള്ളതല്ലേ, സന്തോഷവും സങ്കടവും ഷെയർ ചെയ്യാനുള്ളതാണെന്ന്. മോൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മോൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളേ അല്ല എന്ന് നന്ദു പറഞ്ഞു. നിങ്ങളൊക്കെ എൻ്റെ ആരാ എന്നൊക്കെ ചോദിക്കാം. ഞാൻ ഇവിടുത്തെ ഫാമിലി മെമ്പർ അല്ല. അപ്പം ഇതും കേട്ടോ പിങ്കി വരുന്നത്, നിങ്ങളെന്നെ ദത്തെടുത്തതല്ലേ എന്നിങ്ങനെ നന്ദൂട്ടൻ ചോദിക്കുക. അത് കേട്ടപ്പോൾ പിങ്കി ആകെ ഞെട്ടിപ്പോയി. ഗൗതം അതിനേക്കാളും ഒച്ചത്തിൽ ഞെട്ടിയെന്ന് പറയാം. ഇവരും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ പിങ്കി ഓടി വന്നു കൊച്ചിൻ്റെ അടുത്തിരുന്നിട്ട് അമ്മയുടെ മോർണിംഗ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് പൊക്കി എടുക്കുക കൊച്ചിനെ. എന്നിട്ട് വിളിച്ച് അടുത്തിരുത്തി, എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ അടുത്തിരുത്തി ചോദിക്കുക കേട്ടോ, ഇങ്ങനെയൊക്കെ എൻ്റെ പൊന്നിനോട് ആരാ പറഞ്ഞേ? അപ്പോൾ നീ ഞങ്ങളുടെ മോനല്ലേ, ഞങ്ങളുടെ സ്വന്തം മോനല്ലേ എന്നൊക്കെ പിങ്കി ഇങ്ങനെ കൊച്ചിനോട് പറയുമ്പം ഇനിയും കള്ളമൊന്നും എന്നോട് പറയണ്ട എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയുക പിങ്കിയോട്. പിങ്കി അന്നേരം ഞെട്ടലോടെ ഗൗതത്തിനെ നോക്കുക കേട്ടോ. അപ്പോൾ ഗൗതവും വെപ്രാളം കയറി നിൽക്കുവാണ്. എനിക്കറിയാം പപ്പയും മമ്മിയും എന്നെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് നന്ദോട്ടൻ ഇങ്ങനെ പറയുമ്പോൾ പിങ്കിയുടെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. ഗൗതം ആകെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയം മോനോട് ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞത്? മോഹിനി ആൻറ്റി എങ്ങാനും ആണോ എന്നിങ്ങനെ പിങ്കി ചോദിച്ചു കേട്ടോ. അപ്പോൾ ദേ, അവരൊക്കെ മോനെ ദേഷ്യം കയറ്റാൻ വേണ്ടി പറയുന്നതല്ലേ. ദേ, മോൻ്റെ ഈ പപ്പയെ തവിട് കൊടുത്ത് വാങ്ങിയതാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ദേഷ്യം കയറ്റാൻ വേണ്ടി പറയും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം കൊച്ചു തല ഒരു വെട്ടീര്. പിന്നെ അതുണ്ടല്ലോ, എന്നെ കാക്ക കൊത്തി മുറ്റത്തിട്ട് പോയതാണെന്നാ എൻ്റെ മമ്മി എന്നെ പറഞ്ഞ് കളിയാക്കാറ്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ പപ്പയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. പക്ഷെ കൊച്ചു കേൾക്കുന്നില്ല. ദേ, എൻ്റെ നന്ദുമോനോട് ഇങ്ങനെ പറഞ്ഞത് ആരാണെങ്കിലും, അതിപ്പം മോഹിനി ആൻറ്റി ആണെങ്കിലും അമ്മ വെറുതെ വിടൂല കേട്ടോ, നോക്കിക്കോളാൻ പറഞ്ഞു. ശരിക്കുള്ള എൻ്റെ അച്ഛനും അമ്മയും ആരാ എന്നൊക്കെ നന്ദോട്ടൻ ഇവരോട് ചോദിക്കുക. ഇവരാണെങ്കിൽ ആകെ വെപ്രാളം കയറി. മോൻ എന്തൊക്കെയാണ് പറയുന്നത്? മോൻ ഞങ്ങളുടെ മോൻ തന്നെയാണെന്ന് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, ആരും അങ്ങനെ വേറെ ആരും അല്ല ഇതൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരിത്. പിങ്കി, നിന്നെ ഞങ്ങൾ ദത്തെടുത്തത് തന്നെയാണെന്ന് പിങ്കി അന്നേരം കൊച്ചിനോട് പറഞ്ഞു. പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പം ഞാൻ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയാം. അപ്പം നന്ദയെ പറഞ്ഞത് ഇവർക്ക് അറിയില്ലല്ലോ. മോനെ, നിന്നെ ഞങ്ങൾ ദത്തെടുത്തതാണെങ്കിൽ എന്താ കുഴപ്പം? പ്രസവിച്ചതാണെങ്കിലും ദത്തെടുത്തതാണെങ്കിലും ദേ, ആ കുഞ്ഞിന് കൊടുക്കുന്ന സ്നേഹവും വാത്സല്യവും അല്ലേ എല്ലാത്തിനേക്കാളും വലുത് എന്ന് പിങ്കി ചോദിച്ചു. അപ്പോൾ അല്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് പിങ്കിയുടെ കൈയൊക്കെ പിടിച്ച് തട്ടിമാറ്റി. മോൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല എന്ന്? എൻ്റെ മോൻ ഞങ്ങളുടെ മോനല്ല എന്ന്? അപ്പോൾ എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദൂട്ടൻ ചോദിക്കുക കേട്ടോ. അപ്പോഴും പിങ്കി ഇങ്ങനെ തകർന്ന് ഗൗതത്തിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറഞ്ഞ് ഇതിനെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ. അങ്ങനെ ആ കൊച്ച് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക വിഷമിച്ച്. അപ്പോഴത്തേക്കും ഗൗതം ചെന്ന് ചോദിച്ചു, മോനോട് ആരും ഇതൊക്കെ പറഞ്ഞേ? ദേ, അമ്മയ്ക്കും പപ്പയ്ക്കും മോൻ ജീവനല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളെല്ലാവർക്കും എൻ്റെ പൊന്നുമോൻ ജീവനല്ലേ അല്ല പിങ്കി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗതം. അപ്പോൾ എൻ്റെ മോനോട് ഇത് ആരാ പറഞ്ഞേ പറ മോനെ. മോൻ ഇത് വിശ്വസിക്കണമെങ്കിൽ, മോൻ ഇത്രയും ഫീൽ ചെയ്യണമെങ്കിൽ ഇത് ആരാ പറഞ്ഞെന്നാ പപ്പയ്ക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആൻറ്റി ആണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗതവും പിങ്കിയും ഞെട്ടി. കൊച്ച് ഓടി കയറി ബാത്റൂമിൽ കയറി വാതിലും അടച്ചു. ഈ സമയത്ത് മോനിങ്ങനെ ചെയ്യല്ലേ, മോനെ വാതിൽ തുറക്കും നന്ദു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ഗൗതം, അവൾ ആ നന്ദ എന്ത് ക്രൂരതയാണ് കാണിച്ചത്, എന്തൊരു ദ്രോഹം അവൾ കാണിച്ചതെന്നൊക്കെ പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുക. ഗൗതം അന്നേരത്തേക്കും ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഈ സമയത്ത് നിർമ്മലിൻ്റെ കൂടെ ഗൗരിയെ പറഞ്ഞു വിട്ടിട്ട് നന്ദ ഇങ്ങനെ നിൽക്കുക. ജംഗ്ഷനിൽ ചെന്നിട്ട് കാറ് വിളിച്ചേ പോകാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഏറ്റുമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പോവുക. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഗൗതത്തിൻ്റെ നമ്പറിൽ നിന്ന് കോൾ നന്ദയ്ക്ക് വരുന്നത്. നന്ദ ഇതെന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നതെന്ന് ഓർത്ത് ഫോൺ എടുത്തു. ഹലോ എന്ന് വെച്ചപ്പം, ഈ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു നിന്നെ ഒരുപാട് അടുപ്പിക്കരുത്, അപകടമാണെന്ന്. ഞാനത് കേട്ടില്ല, നീ എന്നെ ചതിച്ചല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. അതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും നന്ദിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേ, എൻ്റെ മോനെ ഓർത്ത് മാത്രമാണ് നിന്നോട് ഞാൻ ഇടപെട്ടത്. അതിന് ഇത്രയും വലിയൊരു തിരിച്ചടി നീ തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല കുഴപ്പവും പറ്റുമോ? വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ വിളിച്ച് പുലഭ്യം പറയുകയാണോ എന്ന് നന്ദ ഗൗതത്തിനോട് അന്നേരം ചോദിച്ചു. ഒന്നെങ്കിൽ കാര്യം എന്താണെന്ന് പറയണം. നിങ്ങൾ എന്നോട് ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ കണക്കെടുത്താലേ അടുത്തെങ്ങും അത് തീരില്ല എന്ന് നന്ദ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികാരത്തിനാണോ നീ നന്ദുവിനോട് ഞങ്ങൾ അവനെ ദത്തെടുത്തതാണെന്ന് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദ ഞെട്ടി. ഞാൻ പറഞ്ഞെന്നോ? ഒരിക്കലും ഞാൻ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല, പറയുകയില്ല എന്ന് നന്ദ പറയുക. എനിക്കെന്താ തലയ്ക്ക് സ്ഥിരതയില്ലാത്തതാണോ? അവനെന്തായാലും കള്ളം പറയില്ലല്ലോ, അവൻ ചെറിയ കുട്ടിയല്ലേ, എങ്ങനെ ഇത് താങ്ങുമെന്നെങ്കിൽ നീ ഓർക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഗൗതം.
ഗൗതം സാർ ഞാൻ പറഞ്ഞിട്ടില്ല ഗൗതം സാർ, നന്ദു പറഞ്ഞു അങ്ങനെ. ആ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നന്ദ ഞെട്ടി. ഡോക്ടർ ആൻറ്റി പറഞ്ഞു അറിഞ്ഞതെന്ന് വ്യക്തമായി തന്നെ അവൻ പറഞ്ഞു എന്ന് ഗൗതം നന്ദയോട് പറയുന്നു. തമ്പുരാനേന്ന് ആലോചിച്ചുകൊണ്ട് നന്ദ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നന്ദ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക, അതായത് നിർമ്മലുമായിട്ട്. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഗൗതം സാർ, അത് ചിലപ്പോൾ ഞാൻ നിർമ്മലിനോട് സംസാരിക്കുന്നത് നന്ദു കേട്ട് കാണുമായിരിക്കുമെന്ന് നന്ദ പറയുവാണ്. ഞാൻ ഈ കാര്യം നിർമ്മലിനോട് പറഞ്ഞിരുന്നു. എൻ്റെ മോൻ്റെ കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ പ്രത്യേകം നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, പിന്നെന്തിനാ നീ മറ്റുള്ളവരോടൊക്കെ അത് പറയാൻ നിന്നത്? അറിയാതെ നാവിൽ നിന്ന് വീണു പോയതാ. പക്ഷേ നന്ദു ഉറക്കമാണെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന് നന്ദ പറയുമ്പോൾ എൻ്റെ മോനിപ്പോൾ ബാത്റൂമിൽ കയറി കഥ കടിച്ചിരിക്കുക, അവനിപ്പോൾ ആരോടും സംസാരിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദ പറഞ്ഞു. നന്ദയോട് പറഞ്ഞു ഗൗതം, എൻ്റെ സ്വന്തം മകനെ നീ ബലമായി കൊണ്ടുപോയി ഇല്ലാതാക്കിയതാണെന്നും ആ തകർച്ച ഞാൻ മറികടന്നത് നന്ദുവിലൂടെ ആയിരുന്നു. ആ നന്ദുവിനെ നീ എനിക്ക് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നന്ദയോട് പറയുക. ഭയങ്കര ദേഷ്യം. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. എൻ്റെ ഈശ്വര, ഇത് ശപിക്കപ്പെട്ട നേരത്താണ് എനിക്കിത് പറയാൻ തോന്നിയതെന്നൊക്കെ ഓർത്തേക്ക് നിൽക്കാം. അപ്പോഴത്തേക്കും പിങ്കി അവിടെ അമ്മയുടെ പൊന്നു മോനല്ലേടാ നീ, എന്നാടാ വാതിൽ തുറക്കടാ മോനെ, ഒന്ന് അമ്മ കാണട്ടേടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചാണെങ്കിൽ അകത്തുനിന്ന് ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കുന്നത്, നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെന്ന് ചോദിച്ചാൽ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. പിന്നെ പിങ്കി നെഞ്ചത്തടിച്ച് ഭയങ്കര കരച്ചിലും കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാം. അമ്മയല്ലേ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം നന്ദു എവിടെയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം കൈവിട്ട് പോയി, നന്ദുവിൻ്റെ പപ്പയും അമ്മയെല്ലാം ഞങ്ങളെന്നുള്ള കാര്യം എൻ്റെ മോൻ അറിഞ്ഞ അമ്മയെന്ന് പറഞ്ഞു. നന്ദ അത് പറഞ്ഞെന്ന് പറഞ്ഞു. ലക്ഷ്മിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അവൾ ഞങ്ങളെ ചതിച്ച അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. അവളൊരു ഡോക്ടറല്ല, അവൾ ഇത്രയും ക്രൂരത ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അവന് വേണ്ടി മാത്രമല്ലേ ഞാൻ ജീവിച്ചത്, ഞങ്ങളുടെ ജീവിതം തകർത്തില്ലേ അവളെന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിൽ. എൻ്റെ ജീവിതത്തിൽ മറ്റെന്താ എനിക്കുണ്ടായിരുന്നത്, ആരാ എനിക്കുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചാൽ പിങ്കി കരയണേ. എന്നാലും എൻ്റെ മോളെ ഇത്രയും വലിയൊരു ചതി അവൾക്ക് എങ്ങനെ മോനോട് ചെയ്യാൻ തോന്നിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയാം. അതും നിന്നോടെങ്ങനെ ചെയ്യാൻ തോന്നിയെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പം അവളുടെ ജീവിതം ഞാൻ തട്ടിയെടുത്തെന്ന് കരുതിയിരിക്കുകയല്ലേ അവള്, അതിൻ്റെ പക തീർത്തതാവും അവളെന്നും പറഞ്ഞു പിങ്കി. എന്നാലും മോളെ ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അവൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു, എങ്ങനെ ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യാൻ അവൾക്ക് തോന്നി? എനിക്ക് അവളൊരു ഡോക്ടറല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുന്നു. ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം എന്ന അവകാശത്തിൽ അവൾ പിടിച്ചുകൊണ്ട് പോയില്ലേ എന്ന് ചോദിച്ചു. ആർക്കും ഇല്ലാണ്ടാക്കി കളഞ്ഞതല്ലേ അവളെന്ന് പിങ്കി ലക്ഷ്മിയോട് ചോദിക്കുക. ഇപ്പോൾ ഞാൻ വളർത്തിയ എൻ്റെ മകനെയും എനിക്ക് ഇല്ലാണ്ടാക്കിയില്ലേ അവളെന്നും ചോദിച്ചുകൊണ്ട് പിങ്കി നെഞ്ചത്തടിച്ച് കരയുക ലക്ഷ്മിയുടെ മുന്നിൽ. അപ്പോഴേക്ക് ലക്ഷ്മി എന്ന് മോനെ നന്ദുമോനെ വാതിൽ തുറക്കും മോനെ നന്ദൂട്ടാന്നും പറഞ്ഞുകൊണ്ട് വിളി. പിങ്കി ആണെങ്കിൽ അവിടെ ചങ്കത്തടി നിലവിളി. വിളിക്കണ്ട അമ്മേ, അവനെ ഇനി ആര് വിളിച്ചാലും അവൻ ഇറങ്ങി വരില്ല എന്ന് പിങ്കി പറയണു. പിങ്കി മോളെ നീ ഇങ്ങനെ കരയാതെ, അവൻ ഇറങ്ങി വരും, നീ കരയാതെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നോക്ക്, എനിക്കറിയാലോ നീ അവന് ഒരു നല്ല അമ്മയായിരുന്നു എന്നുള്ളത് എനിക്കറിയാലോ മോളെ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ലേ ലക്ഷ്മി. നീ കൊടുത്ത സ്നേഹം അതും മോളെ സത്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പിങ്കിയെ സമാധാനിപ്പിക്കുക. അത് അവൻ തിരിച്ചറിയും, അതവൻ മനസ്സിലാക്കാതിരിക്കുമോ മോളെ, നീ സങ്കടപ്പെടല്ലേ മോളെ, നീ വിഷമിക്കല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര നീ നോക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഷോക്കൊക്കെ മാറുമ്പോൾ അവൻ തിരികെ ഇങ്ങ് വരും, നീ സമാധാനിക്കുക, അത് അമ്മയ്ക്ക് ഉറപ്പാ മോളെ, എൻ്റെ മോള് സങ്കടപ്പെടാതെ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആശ്വസിപ്പിക്കല്. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്ന് പോകുന്നു. പിങ്കി വാതിലിൽ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. കൊച്ചു ബാത്റൂമിൽ കയറി നിന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിങ്കി ആണെങ്കിൽ പുറത്തു നിന്ന് ഭയങ്കര കരച്ചിൽ. എന്തായാലും എല്ലാം കൈവിട്ട് പോയി എന്നുള്ള കാര്യം ഉറപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.